ഹായ് വ്യൂവേഴ്സ്, ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ താക്കയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണിത്. ഇത് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഒരു കപ്പ, അത് ഞാൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പം ഞാനിപ്പോൾ ഒന്ന് തിളപ്പിച്ച് ഊറ്റും, അത് ഞാൻ വഴിയേ പറയാം. ഇപ്പം ചിക്കനിൽ ചേർക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഉരുളക്കിഴങ്ങ് ഒരു പുഴുങ്ങി പൊടിച്ചതാണത്, മല്ലിയില, ഒരു മുട്ട, കറിവേപ്പില, പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്. പിന്നെ ഞാനിത് സവാള ഒരു വട്ടത്തിൽ അരിഞ്ഞ് വേറെ വെച്ചിരിക്കുകയാണ്. ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന്. അപ്പം കപ്പ ഞാൻ വേവിക്കുന്നില്ല. അപ്പം തിളച്ച വെള്ളത്തിനകത്തോട്ട് ഞാൻ ആ കപ്പ ഇട്ടിട്ട് അതിൻ്റെ ആ സ്റ്റാർച്ച് പോകാൻ വേണ്ടിയിട്ട് അതിട്ടിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഊറ്റിയെടുക്കാം. ഇപ്പം തിളച്ച വെള്ളത്തിനകത്തോട്ടാണ് ഇടുന്നത്. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് ഊറ്റാം. അത് അധികം വെക്കണ്ട, ഇതുപോലെ ഊറ്റിയെടുക്കാം. അപ്പം വെള്ളം നന്നായിട്ട് തോരണം. അപ്പം ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, മല്ലിയില, ഉരുളക്കിഴങ്ങ് പൊടിച്ചു വെച്ചത്. ഇത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചതാണ്. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി 2 സ്പൂണ് മല്ലിപ്പൊടി, കുരുമുളക് 1 ടീസ്പൂൺ, അരിപ്പൊടി 2 ടീസ്പൂൺ, പാകത്തിന് ഉപ്പ്, ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി, ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് വിനാഗിരി. അപ്പോൾ ഇത് നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം പൊടി ആയിട്ട് നമ്മൾ ചേർത്തത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇത്രയാണ് നമ്മൾ ചേർത്തത്. പിന്നെ ഇഞ്ചി ചതച്ചത് ചേർത്തു, വിനാഗിരി ചേർത്തു, ഉപ്പ് പാകത്തിന് ചേർത്തു. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ച മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഒരു മുട്ടയാണ് ഇതിനു വേണ്ടി ചേർത്തിരിക്കുന്നത്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കപ്പ എടുക്കാം. അപ്പോൾ അത് വെള്ളം തോർന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സ്പൂണ് തേങ്ങ ചിരവിയത്, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ക്രഷ്ഡ് മുളക് 2 ടേബിൾ സ്പൂണ്. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർക്കുക. അപ്പോൾ ഉപ്പ് നോക്കണം, ആ ചിക്കനിലെ ഉപ്പും ഇതും കൂടെ കൂടി പോകരുത്. അത് ആ അളവിന് വേണം ചേർക്കാനായിട്ട്. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പാകത്തിന് കൊടുക്കുക. നമുക്കിതൊന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണ ഉണ്ടായിരിക്കണം. എണ്ണ ചൂടായി, ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പൊട്ടിയിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയുടെ പകുതി, പിന്നെ പൊട്ടറ്റോയും നിരത്തി കൊടുക്കണം അതിലേക്ക്. സവാളയും ടൊമാറ്റോയാണ് നിരത്തി കൊടുക്കേണ്ടത്, പൊട്ടറ്റോ അല്ല, ടൊമാറ്റോ. അപ്പം ഞാൻ സവാളയും ടൊമാറ്റോയും നിരത്തി കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില കുറച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ല് ചെയ്തിരിക്കുന്ന മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിൻ്റെ പുറത്തേക്ക് നിരത്തി വെക്കാം.
അപ്പോൾ അതിൽ ഞാനിപ്പം മൊത്തം ചിക്കൻ എടുത്ത് നിരത്തിയിട്ടില്ല, കുറച്ച് ചിക്കൻ എടുത്ത് നിരത്തി. ഇനി അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച ചോപ്പ് ചെയ്ത് വെച്ച കപ്പ മിക്സ് അത് നിരത്തുവാണ്. ഇനി അതിൻ്റെ മുകളിലോട്ട് ബാക്കി ചിക്കനും കൂടെ നിരത്താം. ഞാനിത് ആദ്യം ചെയ്യുന്നത് ചെറിയ തീയിലാണ് ഇപ്പം ഇട്ടിരിക്കുന്നത്. ഒന്ന് സൈഡെല്ലാം ഒന്ന് ചേർത്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇത് അടച്ച് വെക്കാം. അപ്പോൾ ഒന്ന് ചിക്കൻ വേകണം, അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ഇത് തിരിച്ചിടാനായിട്ട്. അതുകൊണ്ട് ഞാനൊരു 10 മുതൽ 15 മിനിറ്റ് വരെ ചെറിയ തീയിൽ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഏകദേശം ഒരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതെടുത്ത് നോക്കുവാണ്. അപ്പോൾ അതിൻ്റെ അടിഭാഗം അതൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അപ്പം ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ മാറ്റി വെച്ചിരുന്ന സവാള, ടൊമാറ്റോ, പിന്നെ കറിവേപ്പില ഇതെല്ലാം ഒന്ന് നിരത്തി കൊടുക്കുകയാണ് ഇതിൻ്റെ മുകളിലേക്ക്. കാരണം ഇത് നമുക്ക് ഇതേപോലെ എടുത്ത് വേറൊരു പാനിലേക്ക് മറിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. മുകൾ ഭാഗം കൂടി മൊരിഞ്ഞ് കിട്ടണം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് നമ്മുടെ ദോശ പാനാണ് എടുത്തിരിക്കുന്നത്. അപ്പം അത് ഒന്ന് ചൂടാകട്ടെ. അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതിയാവും. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ആ ദോശപ്പാൻ ഇപ്പോൾ ചൂടായി, അത് എടുത്ത് നമ്മുടെ നേരത്തെ മാറ്റി വെച്ചിരുന്ന പാനിൽ നിന്ന് ഇതിലേക്ക് മറിക്കാൻ പോവുകയാണ്. ഇതുപോലെ ഞാൻ അത് മറിച്ച് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടോ നമ്മുടെ അടിഭാഗമൊക്കെ അതിൻ്റെ ആ സവാള എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞ് എടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നേരത്തെ പോലെ തന്നെ അടച്ച് വെച്ചിട്ട് വേവട്ടെ അത്. അപ്പോൾ ഇത് നന്നായിട്ട് അടിഭാഗം ഒക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി. കണ്ട നമ്മുടെ ചിക്കൻ ടക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ടക്ക റെഡി ആയിരിക്കുകയാണ്. കണ്ടോ നമ്മുടെ അകത്ത് വെച്ചിരുന്ന ആ കപ്പ വേകാനായിട്ട് അധികം സമയം വേണ്ട. ഒന്നാമത് നമ്മൾ ആ ചൂട് വെള്ളത്തിൽ ഇട്ടെടുത്തപ്പം തന്നെ ചോപ്പ് ചെയ്തെടുത്തതുകൊണ്ട് പെട്ടെന്ന് അത് വേകുന്നതാണ്. ചിക്കൻ വേകാൻ വേണ്ടിയിട്ടാണ് 2 വശവും നമ്മൾ മറിച്ചിട്ട് ചെയ്തത്. അപ്പം നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചിക്കൻ ടാക്കയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു സോ മച്ച്.